യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 25 വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബെഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിന്റെ മരണം സംബന്ധിച്ച് അവസാനത്തെ ഒരു പ്രവചന ദൂതാണ് മാർത്തയോട് കർത്താവ് പറയുന്നത്. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചത്, ഒന്ന്, കർത്താവ് പറഞ്ഞത് എന്തോ ഒന്ന് അപഹരിക്കപ്പെടും, അതുപോലെ സംഭവിച്ചു. രണ്ട്, ശിഷ്യന്മാരോട് പറഞ്ഞത് പകൽ സമയത്ത് നടക്കുന്നവൻ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറിപ്പോകുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ ഇടറിപ്പോകും. അതിന്റെ അർത്ഥം ഇപ്പോൾ ആ കുടുംബം ഇടറിയിരിക്കുകയാണ്, ഉത്തരം കിട്ടാതെ തപ്പിത്തടയുകയാണ്, മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ അവർ ഇപ്പോൾ നിശ്ചലരായിരിക്കുകയാണ്. എല്ലാ അവസ്ഥയിലും ഈ കുടുംബം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. ജീവന്റെ വെളിച്ചമായ ക്രിസ്തു എന്നും വരുന്ന ഒരു വീട്, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന വീട്, കർത്താവിന്റെ നിരന്തരമായ സന്ദർശനം കാരണം ബഥാനിയയിലെ ഈ ഭവനം വളരെ പ്രസിദ്ധമായി. നിത്യ സന്ദർശകനായി ഇവിടെ വരുന്ന ഈ ഗുരുവിനെ അവർക്ക് വേണ്ടത്ര നിലയിൽ മനസ്സിലായോ എന്നൊരു സന്ദേഹം. എന്തുകൊണ്ട് ക്രിസ്തു ഈ ലാസറിനെ കാണുവാനോ സൗഖ്യമാക്കുവാനോ മരണ ദിവസം വന്ന് ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ല? നമ്മുടെ ചിന്ത ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 4-ാം ദിവസം യേശു ആ ഭവനത്തിലേക്ക് എത്തി. അപ്പോഴത്തേക്കിനും മരണം കഴിഞ്ഞു, അടക്കവും കഴിഞ്ഞു. ഇപ്പോൾ 4 ദിവസമായി. മാർത്തയുടെ ഭാഷയിൽ നാറ്റം വെച്ചു. 4-ാമത്തെ ദിവസം യേശു ഭവനത്തിലേക്ക് എത്തി. യേശു മറിയെ വിളിച്ചു. മറിയ യേശുവിന്റെ കാൽക്കൽ വന്നു. അവൾക്ക് അപേക്ഷയുണ്ട്. അവളും അവിടെ അപേക്ഷകൾ കർത്താവിനോട് അറിയിച്ചു. അത് മറ്റൊന്നുമല്ല, ഗുരു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. ഇപ്പോഴും അങ്ങ് എന്ത് കൽപ്പിച്ചാലും അങ്ങനെ സംഭവിക്കും. മാർത്തയെക്കാളും മറിയയ്ക്ക് ഏതവസ്ഥയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശ്വസിക്കാൻ തക്ക ഒരു ആത്മീയ വളർച്ചയിലേക്ക് സഹോദരി എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാർത്തയുടെ മനോഭാവം ഒടുക്കത്തെ ദിവസത്തെ പുനരുത്ഥാനത്തിൽ മാത്രമേ ഇനി ലാസർ ഉയർക്കുകയുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, എപ്രകാരമാണ് കർത്താവ് ആ കുടുംബത്തോട് ഇടപെട്ടത്? നമ്മുടെ ദൂത് ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് ചില അനുഭവപാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതെന്തൊക്കെയാണ്? ഇപ്പോൾ ആ ഭവനത്തിൽ നഷ്ടപ്പെട്ടത് സഹോദരനെയാണ്, അല്ലെങ്കിൽ ലാസറിനെയാണ്. 2 സഹോദരിമാർ മാത്രം ഇനി അവശേഷിക്കും. പ്രതീക്ഷകളും ആശകളും അവരുടെ ആഗ്രഹങ്ങളും നാളെ വരെ ഉണ്ടായിരുന്ന എല്ലാ അഭിലാഷങ്ങളും അസ്തമിച്ച് അവസാനിച്ച ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അന്ത്യമാണ് ഈ കല്ലറ കാണിക്കുന്നത്. അവിടെ വന്നവരും അവിടുന്ന് പോകുന്നവരെല്ലാം ലാസറേ ലാസറേ എന്ന് വിളിക്കുകയും ലാസറിനെ കുറിച്ചുള്ള അപദാനങ്ങളൊക്കെ പറയുകയും ഇത്ര പെട്ടെന്ന് ലാസർ മരിച്ചതിനെ കുറിച്ചുള്ള ദുഃഖം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒരു അനുശോചനം പറഞ്ഞ് കടന്നു പോകുന്ന ധാരാളം പ്രിയമുള്ളവർ യഹൂദന്മാർ തന്നെ ഇവിടെ വന്നു പോകുന്നു. പക്ഷെ എല്ലാവരും വന്നതുപോലല്ല കർത്താവോടെ വന്നത്. എന്നാൽ കർത്താവിന്റെ പ്രധാനപ്പെട്ട 3 മറുപടികൾ. ഒന്ന്, മാർത്തയോട് പറയാത്ത ഒരു രഹസ്യം മറിയോട് പറഞ്ഞു. അതെന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ നിങ്ങൾ ലാസറിനെ കാണുമെന്നല്ല പറഞ്ഞത്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവ മഹത്വം കാണും. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് ഇപ്പോൾ ആവശ്യം മഹത്വമോ അല്ലെങ്കിൽ തേജസ്സോ മഹിമയോ ഒന്നുമല്ല. അവർക്ക് ആവശ്യം അവരുടെ സഹോദരനായ ലാസറിനെയാണ്. പക്ഷെ കർത്താവ് ഒരിക്കലും അല്ലെ ലാസറിനെ കുറിച്ച് കർത്താവ് അവിടെ ഒന്നും വെളിപ്പെടുത്തി. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്, നിങ്ങൾ മഹത്വം ദർശിക്കും. പക്ഷെ ആ കുടുംബത്തോട് ദൂതുണ്ട്, ഞാൻ വെളിപ്പെടുത്താൻ പോകുന്ന ഈ മഹത്വത്തിൽ നിങ്ങളുടെ ലാസർ ഉണ്ട്. നമ്മുടെ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പേര് പറഞ്ഞ്, നമ്മുടെ സ്ഥിതി പറഞ്ഞ്, നമ്മുടെ സാഹചര്യം പറഞ്ഞ്, നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് കർത്താവ് ഒന്നും ചെയ്തില്ലെങ്കിലും നാം കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾ കൂടെയും ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. അത് കാനാവിലെ കല്യാണ വീടാകട്ടെ, കുറഞ്ഞത് വീഞ്ഞാണ്. ഇനി പെട്ടെന്ന് പോയി ഈ വിരുന്ന് വീട്ടിൽ വീഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്കുവാനോ, പെട്ടെന്ന് വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുവാനോ, അല്ലെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുന്ന വീഞ്ഞിന്റെ ഭരണിയിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു അത്ഭുതമൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. കാരണം അനവധി നാളുകളിലെ പരിശ്രമമാണ് ഇപ്രകാരം ഒരു നേത്രമായ വീഞ്ഞ്. അതിന് പിന്നിൽ ഒത്തിരി കരുതലുകളുണ്ട്, അധ്വാനങ്ങളുണ്ട്, അനേക പ്രിയമുള്ളവരുടെ പരിശ്രമമുണ്ട്. അതിന്റെ സ്വാദും അതിന്റെ ഗുണവും അതിന്റെ രുചിയും അതൊക്കെ ഒന്ന് വേറിട്ട് വ്യത്യസ്തമായി എപ്പോഴും മേൽത്തരമായതിന് എടുത്തു പറയാനുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം എല്ലാവരുടെയും കാൽക്കുലേഷനെ തെറ്റിച്ചുകൊണ്ട് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ വെള്ളം വീഞ്ഞായി തീർന്നു. ആ വീട്ടിൽ കുറഞ്ഞത് വീഞ്ഞാണെങ്കിൽ ആ വീട്ടുടമസ്ഥൻ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അവർ പ്രശ്നം വീഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ പരിഹാരമാണ് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തു. യായിറോസിന്റെ വീട്ടിൽ ഈ കുഞ്ഞുമകൾ മരിച്ചെങ്കിൽ ആ വാക്ക് കാര്യമാക്കണ്ട. യായിറോസെ, നീ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട് വരുന്നത് ക്രിസ്തു കേവലം രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ മാത്രമല്ല, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനും ഈ കുഞ്ഞിനെ തിരിച്ച് ജീവൻ നൽകുവാനും ശക്തനായ കർത്താവാണെന്ന് യേശു തന്നെ സാന്നിധ്യം കൊണ്ട് വെളിപ്പെടുത്തി. ആ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന റൂമിലേക്ക് ജീവൻ കയറി ചെന്നപ്പോൾ മരണം എഴുന്നേറ്റ് പോയി. ഒടുക്കത്തെ ശത്രുവായ മരണം ക്രിസ്തു വരുന്നതിനേക്കാൾ മുമ്പേ വന്ന് കുഞ്ഞിന്റെ ജീവനെ അപഹരിച്ചതാ. പക്ഷേ ജീവന്റെയും മരണത്തിന്റെയും അധികാരിയായ ക്രിസ്തു, പുനരുത്ഥാനത്തിന്റെ നായകനായ ക്രിസ്തു ജീവനെ തിരിച്ചു വെപ്പിച്ചു. ദൈവം തന്റെ മഹത്വം
വെളിപ്പെടുത്തി. ഇന്നും കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിന്റെ കണ്ണ് പറഞ്ഞു, ആണ് വലിയൊരു കല്ല് ഈ കല്ലറവാതിക്കൽ ഇരിക്കുന്നു. ചെവി പറഞ്ഞു, മരിച്ചിട്ട് 4 ദിവസമായി. മൂക്ക് പറഞ്ഞു, നാറ്റം വെച്ചു. അതിന്റെ സ്മെല്ല്, അതിന്റെ ഒരു മണം ഇവിടെ എല്ലാം ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട 3 ഇന്ദ്രിയങ്ങളും മാറി മാറി പറഞ്ഞു ഇനി ഒന്നും നടക്കത്തില്ല. പക്ഷെ വിശ്വാസം പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ഈ കല്ലും 4 ദിവസമായതും നാറ്റം വെച്ചതും മരണവും കല്ലറയും ഇതൊന്നും നമ്മുടെ കർത്താവിന് വിഷയമല്ല. വിശ്വാസം കൽപ്പിച്ചു, ലാസർ പുറത്തു വന്നു. എന്റെ പ്രിയ ശ്രോതാക്കളെ, ഈ ഭാഗങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, നാളിതുവരെയും ഈ ബഥാനിയയിലെ വീട്ടിൽ വന്ന കർത്താവായ യേശു യഥാർത്ഥത്തിൽ ഈ യുഗങ്ങളുടെ പാറയായിരുന്നു. എന്റെ പാറയായ യഹോവ. ഈ പാറയെ ഈ വീട്ടുകാർ തിരിച്ചറിയാഞ്ഞുകൊണ്ട് നാട്ടുകാര് പാറ വെട്ടി ഈ കല്ല് ലാസറിന്റെ പുറത്തു വെച്ചു. എല്ലാ ബന്ധനങ്ങളെ അഴിക്കുവാൻ ശക്തനായവനാണ് ഈ വീട്ടിൽ വരുന്നത്. പക്ഷേ കർത്താവിന്റെ വിടുവിക്കുന്ന ശക്തിയെക്കുറിച്ച് ഈ വീട്ടുകാർ തിരിച്ചറിയാഞ്ഞുകൊണ്ട് നാട്ടുകാർ ലാസറിനെ കെട്ടി. ഇപ്പോൾ മാർത്ത പറയുന്നത് നാറ്റം ഉണ്ടാവുമെന്ന്. ആരോടാ പറയുന്നത്? നാറ്റത്തെക്കുറിച്ച്. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞതേ ഇല്ല. ആരാണ് നമ്മുടെ കർത്താവ്? ശാരോനിലെ പനിനീർ പുഷ്പമാണ്, താഴ്വരയിലെ താമരപ്പൂവാണ്. ഈ പനിനീർ പുഷ്പത്തോടാണ് മാർത്തയും ഈ സഹോദരിമാരും പറയുന്നത് നാറ്റം ഉണ്ടാവുക. കർത്താവ് സുഗന്ധമാണ്, സൗരഭ്യമാണ്. അവന്റെ വാസന അത് താഴ്വരയിലെ താമരപ്പൂവിന്റെ വാസന പോലെ ഏത് അശുദ്ധിയെ മാറ്റുന്ന, ഏത് ദുർഗന്ധത്തെ മാറ്റുന്ന കർത്താവിന്റെ ആ സാന്നിധ്യം. കർത്താവിനതൊന്നും വിഷയമായില്ല. ഈ നാറ്റമോ കല്ലോ കെട്ടോ മരണമോ 4 ദിവസമായതോ കല്ലറയോ ഇതൊന്നും ക്രിസ്തുവിന് വിഷയമായില്ല. അല്പ താമസിച്ചെങ്കിലും കർത്താവിന് തെറ്റിയതുമില്ല. മരിച്ചവർ പുറത്തു വരട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ അതുവരെയും യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഗുഹകളിൽ ധാരാളം മരിച്ചവരെ അടക്കിയിട്ടുണ്ട്. ജീവന്റെ നായകനായ ക്രിസ്തു മരിച്ചവർ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതുവരെ അവിടെ അടക്കിയ സകല ശവശരീരങ്ങളും ഉയർത്തെഴുന്നേറ്റേ. പക്ഷേ ഒരു കുടുംബം, എന്നെ സ്നേഹിച്ച, എന്നെ സ്വീകരിച്ച, ഞാൻ അന്തി ഉറങ്ങിയ, ഞാൻ വിശ്രമിച്ച, എന്നെ സൽക്കരിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ വേദന, അവർ നിരാശ, അവർ വേർപാടിയ ദുഃഖം, അവർ അനുഭവിക്കുന്ന ഈ തീവ്രമായ ദുഃഖത്തിൽ ആ കുടുംബത്തിന് വേണ്ടി മാത്രം യേശു കൽപ്പന പുറപ്പെടുവിച്ചു, ലാസറെ പുറത്തു വരും. ലാസർ പുറത്തു. ഇന്ന് പാൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയങ്ങൾ, കെട്ടപ്പെട്ട വിഷയങ്ങൾ, ബന്ധിക്കപ്പെട്ടത് പുറത്തു വരികയില്ലെന്ന് ലോകം പറയുന്നത്, നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ലെന്ന്, അനുഗ്രഹിക്കപ്പെടുകയില്ലെന്ന്, നിങ്ങളുടെ സ്ഥിതി മാറുകയില്ലെന്ന്, നിങ്ങളുടെ അവസ്ഥകൾ മാറുകയില്ലെന്ന് ലോകം പറയുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്, ജയമുണ്ട്, വിടുതലുണ്ട്. നമുക്ക് കർത്താവ് വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.